നമ്മുടെ PYQ സീരീസിലെ ആൽക്കഹോൾ, ഫീനോൾ, ഈതർ എന്ന ചാപ്റ്ററിലാണ് നമ്മളുള്ളത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഫീനോൾസ് ആർ മോർ അസിഡിക് ദാൻ അതർ ആൽക്കഹോൾസ്, വൈ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫീനോളുകൾ അതർ ആൽക്കഹോളിനേക്കാൾ ഹയസ്റ്റ് അസിഡിക് ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ത് എന്നുള്ളത് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. മെത്തനോൾ ഉണ്ട്. മെത്തനോൾ അസിഡിക് ക്യാരക്ടർ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ H+ റിലീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുക എന്നർത്ഥം. ഈ H+ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ O- H+ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയണം. അത് കുറയുമ്പോൾ ആ H+ ഡൊണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും, അസിഡിറ്റി കൂടും. ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഞാൻ ഫീനോൾ എടുത്തു. ആ ഫീനോളും ഇതേപോലെ O- H+ ഉണ്ട്. ഈ C6H5O- എന്നുള്ളത് നമ്മൾ ഫീനോക്സൈഡ് അയോൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഫീനോക്സൈഡ് അയോണിലുള്ള ഓക്സിജൻ്റെ മുകളിലുള്ള ലോൺ പെയർ, ദാറ്റ് മീൻസ് ആ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഈ റിങ്ങിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു പോകുന്നുണ്ട് ത്രൂ റെസണൻസ്. ആ റെസണൻസ് സ്റ്റെബിലൈസേഷൻ വരുന്നത് കൊണ്ട്, ദാറ്റ് മീൻസ് ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഈ റിങ്ങിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു പോകുന്നത് കൊണ്ട് ഈ O- ഈ H+ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായിരിക്കും. H+ ഡൊണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും, അസിഡിറ്റി കൂടും. അതുകൊണ്ടാണ് ഫീനോൾ അതർ ആൽക്കഹോളിനേക്കാൾ മോർ അസിഡിക് ആയത്. ആ ടെക്നിക്കൽ ടേം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെസണൻസ് സ്റ്റെബിലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ട്. ക്ലിയർ? ദെൻ രണ്ടാമത്തത്, ഫീനോൾ ക്ലോറോഫോമുമായിട്ട് റിയാക്ട് ചെയ്യാണ് ഇൻ ദ പ്രസൻസ് ഓഫ് എ ബേസ്. എന്താണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കണേ. ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് സാലിസിൽ ആൽഡിഹൈഡ് ആയിരിക്കും. ഈ സാലിസിൽ ആൽഡിഹൈഡ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേര് റീമർടൈമൻ റിയാക്ഷൻ എന്നുള്ളതാണ്. അതിൽ ഫീനോൾ ആദ്യം തന്നെ ഈ ബേസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സോഡിയം ഫീനോക്സൈഡ് ഫോം ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഈ ബേസ് NaOH ക്ലോറോഫോമുമായിട്ട് റിയാക്ട് ചെയ്തിട്ട്, നോക്കേ, CHCl3 NaOH റിയാക്ട് ചെയ്യും. എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്ന് വെച്ചാൽ, ക്ലോറോഫോം നിൽക്കുന്നത് നോക്ക്, CHCl3. ഇതിൽ ഈ ക്ലോറിൻ മോർ ഇലക്ട്രോനെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ഡെൻസിറ്റിയെ അയാൾ അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കും. അപ്പോൾ ഈ കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് സ്ട്രെങ്ത് വീക്കാവും. ആ വീക്കാവുന്ന സമയത്ത് ഈ OH- ഇവിടുന്ന് H+ എടുക്കും. അതോടൊപ്പം തന്നെ Na+ ഇവിടുന്ന് Cl- എടുക്കും. ആ Cl- കൂടി എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് നോക്ക്, ഈ കാർബണിൻ്റെ മുകളിൽ ഈ ലോൺ പെയറും 2 Cl ആയിരിക്കും. ദാറ്റ് മീൻസ് CCl2 റാഡിക്കൽ കാർബീൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആ കാർബീൻ ഇവിടുത്തെ സോഡിയം ഫീനോക്സൈഡ്, ഓൾറെഡി ഉണ്ടായ സോഡിയം ഫീനോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? സാലിസിൽ ആൽഡിഹൈഡ് ഫോം ചെയ്യും. ക്ലിയർ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫീനോൾ വെൻ ട്രീറ്റഡ് വിത്ത് ക്ലോറോഫോം ഇൻ പ്രസൻസ് ഓഫ് ബേസ് ടു ഫോം സാലിസിൽ ആൽഡിഹൈഡ്, ദിസ് റിയാക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് റീമർടൈമൻ റിയാക്ഷൻ. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ സംസാരിച്ചത് നമുക്ക് ആൻസർ സാലിസിൽ ആൽഡിഹൈഡ് ഫോം ചെയ്യും എന്നുള്ളത് മാത്രമാണ്. പക്ഷേ സാലിസിൽ ആൽഡിഹൈഡ് ഫോം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന അറ്റാക്കിംഗ് ഗ്രൂപ്പ് എന്ത് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് CCl2 റാഡിക്കലാണ്, കാർബീനാണ്. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇതാണ് ആ കാർബീൻ. ഓക്കെ. ദെൻ അടുത്തത് ഫീനോൾ. ഈ ഫീനോളിനെ ഡയല്യൂട്ട് HNO3 റിയാക്ട് ചെയ്താൽ എന്താണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അതോടൊപ്പം തന്നെ കോൺസെൻട്രേറ്റഡ് HNO3 റിയാക്ട് ചെയ്താലും എന്താണ് പ്രൊഡക്റ്റ് ഉണ്ടാവുമെന്ന് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 2024 ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടേ, സൂക്ഷിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കൊടുത്തിട്ടുള്ള ഈ OH ഗ്രൂപ്പ് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഇൻകമ്മിങ് ഇലക്ട്രോഫൈലിനെ ഈ OH ഗ്രൂപ്പ് ഒന്നുകിൽ അതിൻ്റെ ഓർത്തോ സൈറ്റിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പാരസൈറ്റിലേക്ക് ഡിറക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് അഥവാ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. അത് ഡയല്യൂട്ട് HNO3 വെച്ച് കഴിഞ്ഞാൽ ഓർത്തോ നൈട്രോഫീനോളും അതേപോലെ തന്നെ പാരാനൈട്രോഫീനോളുമാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. അതേ സമയത്ത് കോൺസെൻട്രേറ്റഡ് HNO3 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ
2,4,6 ട്രൈ നൈട്രോഫീനോൾ അഥവാ പിക്രിക് ആസിഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. ശരിക്കും സൂക്ഷിക്കണേ, ഫീനോളിനെ ഡയല്യൂട്ട് HNO3 വെച്ച് കഴിഞ്ഞാലും കോൺസെൻട്രേറ്റഡ് HNO3 വെച്ച് കഴിഞ്ഞാലും നൈട്രേഷൻ ആണ് നടക്കുന്നത്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുന്നത്. പക്ഷേ ഡയല്യൂട്ട് HNO3 വെക്കുമ്പോൾ ഓർത്തോ പാരാ നൈട്രോഫീനോൾസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ കോൺസെൻട്രേറ്റഡ് HNO3 വെക്കുമ്പോൾ കംപ്ലീറ്റ് നൈട്രേഷൻ നടക്കും. ആ നൈട്രേഷൻ നടക്കുമ്പോൾ 2,4,6 ട്രൈ നൈട്രോഫീനോൾ അഥവാ പിക്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഇല്ലാതെ ഏകദേശം അതിനോളം അസിഡിക് ക്യാരക്ടർ കാണിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ഏതെന്ന് പറയുന്നത്, പിക്രിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ, ഇതൊക്കെ പ്രീവിയസ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്, ശരിക്കും ശ്രദ്ധിക്കുക. എത്തനോൾ CH3CH2OH ആൻഡ് പ്രൊപ്പൈൻ ഹാവ് കമ്പയറബിൾ മോളിക്കുലാർ മാസ്. ഈ പ്രൊപ്പൈനും എത്തനോളിനും കമ്പയറബിൾ മോളിക്കുലാർ മാസ് ആണുള്ളത്. ബട്ട് ദെയർ ബോയിലിംഗ് പോയിന്റ് ഡിഫർ വൈഡ്ലി സബ്സ്റ്റാൻഷിയേറ്റ്. രണ്ടാൾക്കും ഏകദേശം സിമിലർ മോളിക്കുലാർ മാസാണ് ഉള്ളത്. പക്ഷെ എന്നിരുന്നാലും അവരുടെ ബോയിലിംഗ് പോയിന്റ് ഭയങ്കരമായിട്ടും സെപ്പറേറ്റ് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ആ ഡിഫറൻസ് കാണിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കണേ, ഇത് എത്തനോളാണ്, ഇത് പ്രൊപ്പൈനാണ്. എത്തനോളിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ 46 ആണ് വരിക. കാർബൺ 12 ഉണ്ട്, ഹൈഡ്രജൻ 1 ആണ്, 3 ഹൈഡ്രജൻ വരുന്നതുകൊണ്ട് 3, ഇത് 12, ഇത് 2, ഇത് 16, ഇത് 1, അങ്ങനെ 46 വരുന്നത്. ഇതിൻ്റെത് ഏകദേശം പ്രൊപ്പൈൻ്റെത് ഏകദേശം 44 ആണ്, സിമിലർ ആണ് വരുന്നത്. പക്ഷെ ബോയിലിംഗ് പോയിന്റിൽ ബിഗ് ഡിഫറൻസ് കാണിക്കുന്നു. ഇതിൻ്റെ കാരണമാണ് ചോദിച്ചത്. ബോയിലിംഗ് പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടറുകളാണ് യഥാർത്ഥത്തിലുള്ളത്. അതിലൊന്ന് പൊളാരിറ്റിയാണ്, 2 മോളിക്കുലാർ മാസാണ്, 3 വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഇതിൽ പ്രൊപ്പൈനിൽ പൊളാരിറ്റി ഇല്ല, എന്നാൽ എത്തനോളിൽ പൊളാരിറ്റി ഉണ്ട്. സ്ലൈറ്റ് നെഗറ്റീവ് ആൻഡ് സ്ലൈറ്റ് പോസിറ്റീവ് ക്യാരക്ടർ ഉണ്ടായിരിക്കും ഈ ആൽക്കഹോളിന്. അങ്ങനെ വരുമ്പോൾ നോക്കേ, 2 ആൽക്കഹോൾ മോളിക്യൂളുകൾ തമ്മിൽ മൈൽഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ദാറ്റ് മീൻസ് ഇതൊരു ആൽക്കഹോളാണ്. ഈ ഓക്സിജൻ ഹൈഡ്രജനേക്കാൾ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ സ്ലൈറ്റ് നെഗറ്റീവും ഇവിടെ സ്ലൈറ്റ് പോസിറ്റീവും, ഇവിടെ സ്ലൈറ്റ് നെഗറ്റീവും ഇവിടെ സ്ലൈറ്റ് പോസിറ്റീവും. ഇവർ തമ്മിൽ നോക്കേ, ദർ ഈസ് എ പോസിബിലിറ്റി ഫോർ മൈൽഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻ ബിറ്റ്വീൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. ഇതിനെയാണ് നമ്മൾ 2 മോളിക്യൂളിൻ്റെ ഇടയിലുള്ള ഹൈഡ്രജൻ ബോണ്ട് എന്ന് വിളിക്കുന്നത്. മോളിക്യൂളുകൾ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ഇവർ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറയും, അപ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. അതേ സമയത്ത് ഈ പ്രൊപ്പൈൻ മോളിക്യൂളുകളുടെ ഇൻ ബിറ്റ്വീനിൽ പൊളാരിറ്റി ഇല്ലാത്തത് കൊണ്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. അതുകൊണ്ട് ഇവർക്ക് ബോയിലിംഗ് പോയിന്റ് വളരെ കുറവായിരിക്കും. ആരെ കമ്പയർ ചെയ്യുമ്പോൾ? ആൽക്കഹോളിനെ കമ്പയർ ചെയ്യുമ്പോൾ. ആൽക്കഹോളിൽ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് വരാൻ കാരണം ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടാണ്. ദെൻ നെക്സ്റ്റ് നോക്കണേ, ഒരു റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൊടുത്ത റിയാക്ഷൻ ഇതാണ്, ശ്രദ്ധിക്കണേ. A plus SOCl2 gives B plus Mg. In the presence of either gives RMgX. ആ RMgXനെ അസറ്റോണുമായിട്ട് ട്രീറ്റ് ചെയ്ത് ഹൈഡ്രോളിസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A ഏതാണ്, B ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് പ്രീവിയസ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്, ശരിക്കും ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നോക്കേ, നമുക്ക് അറിയാത്ത ഒരു സാധനത്തിൽ നിന്ന് അറിവിനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറച്ചറിയുന്നതിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കുറേയും കൂടി ക്ലാരിറ്റി ഉള്ളത് ഈ രണ്ടാമത്തെ ലൈനാണ്. അപ്പോൾ ആ രണ്ടാമത്തെ ലൈൻ മാത്രമായിട്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തു. നോക്കണേ, RMgX അസറ്റോൺ എന്ന് പറഞ്ഞാൽ CH3COCH3. ഈ RMgX അസറ്റോണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ R മൈനസ് ക്യാൻ ആക്ട് ആസ് എ ന്യൂക്ലിയോഫൈൽ. ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ Rന് ബ്ലൂ കളറും അസറ്റോണിന് ഞാൻ യെല്ലോ കളറും കൊടുത്തു. ഈ R മൈനസ് എന്തായിട്ട് ആക്ട് ചെയ്യും? ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യും. ന്യൂക്ലിയോഫൈൽ എവിടെ പോയി അറ്റാക്ക് ചെയ്യും? ന്യൂക്ലിയോഫിലിക് സെൻറ്ററിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ നോക്ക്, ഈ R മൈനസ്
ഈ കാർബണൈൽ കാർബണിലേക്കും, കാരണം കാർബണൈൽ കാർബണിൽ പ്രത്യേകത ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്, കാർബൺ സ്ലൈറ്റ് പോസിറ്റീവ് ആണ്. അപ്പോൾ ആർ മൈനസ് ഈ കാർബണിലേക്കും Mgx+ ഇങ്ങോട്ടേക്കും ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഹൈഡ്രോളിസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഈ CH3 CH3യുടെ ബാക്ക് സൈഡിൽ R വന്ന് അറ്റാച്ച് ചെയ്യും. ക്ലിയർ? നമുക്ക് ഉണ്ടായ കോമ്പൗണ്ട് ഇതല്ലേ. അപ്പോൾ നമുക്ക് അസറ്റോൺ ചെയിൻ കാർബൺ കാർബൺ കാർബൺ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് CH3 CH2. അപ്പോൾ ആ CH3 CH2 ഏതായിരിക്കും? R- ആയിരിക്കും. അപ്പോൾ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് കിട്ടി. ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതവിടെ നോക്കണേ, ഞാൻ ഈ സീരീസിനെ എടുത്തെഴുതി ASOCl2 BMg either RMgx എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നോക്കുക, നമുക്ക് 6 കിട്ടി, CH3 CH2 മൈനസ് ആണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. R ഏതാണ് എന്നുള്ളത് നമുക്ക് CH3 CH2 MgCl ആണ്. ഇനി ഈ CH3 CH2 MgCl ഈതറിന് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് CH3 CH2 Cl ആയിരിക്കണം. അത് ക്ലിയർ ആണല്ലോ. ഇനി ഇത് CH3 CH2 Cl നമുക്ക് SOCl2 വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് CH3 CH2 Cl കിട്ടുന്നത്. SOCl2 ഈസ് ആൻ ഹാലജനേറ്റിംഗ് ഏജൻറ്റ്. അപ്പോൾ എവിടെ നിന്നായിരിക്കും ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാകും? ഒരു ആൽക്കഹോൾ നിന്നായിരിക്കും. അങ്ങനെ വരുമ്പോൾ A എന്ന് പറയുന്നത് CH3 CH2 OH. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് A CH3 CH2 OH കിട്ടി, B CH3 CH2 Cl കിട്ടി, ബാക്കി എല്ലാ ഫോർമാറ്റും ക്ലിയർ ആയി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഈതർ ഉണ്ട്, ബെൻസിൻ റിങ്ങിൻ്റെ മുകളിൽ OCH3 വരികയാണെങ്കിൽ അതിന് ആ ഈതറിനെ നമ്മൾ വിളിക്കുന്ന പേര് അനിസോൾ എന്നാണ്. ഈ അനിസോളിനെ ഹൈഡ്രജൻ അയഡൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ 2 പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്ക്, ഞാൻ ആദ്യം അനിസോൾ എടുത്തു, അതിനെ ഹൈഡ്രജൻ അയഡൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യാണ്. ഈ ഹൈഡ്രജൻ അയഡൈഡ് എന്ന് പറയുമ്പോൾ H+ഉം I- ആണ്. ഈ അനിസോളിലെ ഓക്സിജൻ്റെ മുകളിൽ 2 ലോൺ പെയർ ഉണ്ട്. അതുകൊണ്ട് അതാണ് ഏറ്റവും ഇലക്ട്രോൺ റിച്ചസ്റ്റ് സൈറ്റ്. ആ ഇലക്ട്രോൺ റിച്ചസ്റ്റ് സൈറ്റിലേക്ക് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള H+ വന്ന് അറ്റാക്ക് ചെയ്യാണ് ആദ്യം സംഭവിക്കുന്നത്. ഈ H+ വന്ന് ഇങ്ങോട്ടേക്ക്, ദാറ്റ് മീൻസ് ലോൺ പെയർ ഇവിടേക്ക് വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ H+ ഇവിടേക്ക് ആഡ് ചെയ്യപ്പെടും. ആ H+ ആഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചാർജ് വരും? ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ വരും. ഇനി ഈ പോസിറ്റീവ് പൊട്ടൻഷ്യലിനെ നള്ളിഫൈ ചെയ്യാൻ 2 സാധ്യതകളുണ്ട്. ഒന്നുകിൽ ഈ CH3യിലെ ഇലക്ട്രോണിനെ ഈ ഓക്സിജന് കൊടുക്കണം, അല്ലെങ്കിൽ ഈ ബെൻസിൻ റിങ്ങിലെ ഇലക്ട്രോണിനെ ഈ ഓക്സിജന് കൊടുക്കണം. ഹൈഡ്രജൻ ഒരിക്കലും കൊടുക്കൂല, കാരണം കൊടുക്കാനാണെങ്കിൽ പിന്നെ ആദ്യം തന്നെ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നോക്ക്, ഇനി ഈ റിങ്ങിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ കാർബണും കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഡബ്ലി ബോണ്ടഡ് കാർബൺ ആറ്റാണ്, ഇത് സിംഗിളി ബോണ്ടഡ് കാർബൺ ആറ്റാണ്. ഡബ്ലി ബോണ്ടഡ് കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്, ദിസ് വൺ ഈസ് sp3 ഹൈബ്രിഡൈസ്ഡ്. sp2 ഹൈബ്രിഡൈസ്ഡ് മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ് ദാൻ ദാറ്റ് ഓഫ് sp3. അതുകൊണ്ട് തന്നെ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയത് അത് ഇലക്ട്രോൺ അവിടെ ഹോൾഡ് ചെയ്യും. ലെസ് ഇലക്ട്രോനെഗറ്റീവായ ഈ കാർബൺ ഈ ഇലക്ട്രോൺ ഡെൻസിറ്റിയെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫീനോളാവും. ഈ CH3+ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടില്ലേ, അപ്പോൾ ആ CH3+ I- കമ്പൈൻ ചെയ്തിട്ട് CH3I ആയിട്ട് മാറും. ദാറ്റ് മീൻസ് A എന്ന് പറയുന്നത് ഫീനോൾ ആയിരിക്കും, B എന്ന് പറയുന്നത് CH3I ആയിരിക്കും. ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് മെക്കാനിസം സംസാരിക്കാൻ കാരണം ഇത് അനിസോൾ മാത്രമല്ല വരാറുള്ളത്, ചില കേസുകളിൽ ഫെനിറ്റോളും ചോദിക്കാറുണ്ട്. ഫെനിറ്റോൾ എന്ന് പറഞ്ഞാൽ CH2CH3 ഈത്തൈൽ ഗ്രൂപ്പാണ് അവിടെ അറ്റാച്ച്മെൻ്റ് ആയിട്ട് വരിക. പക്ഷെ ഫെനിറ്റോൾ ഇതുവരെ നിങ്ങളുടെ ബോർഡ് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടില്ല. NCERTൻ്റെ എക്സസൈസ് പാർട്ടിൽ ആ ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ. വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ നെക്സ്റ്റ്, പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെറിഷറി ആൽക്കഹോളിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. ലൂക്കാസ് ടെസ്റ്റ് വഴിയാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ടെറിഷറി ആൽക്കഹോളുകളെ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. അത് ലൂക്കാസ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന റിയേജൻറ്റ് അഥവാ ലൂക്കാസ് റിയേജൻറ്റ് എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് HCl-ഉം അൺഹൈഡ്രസ് ZnCl2 ആണ്, ഓർത്തിരിക്കണേ. ദെൻ നെക്സ്റ്റ്, A എന്ന് പറയുന്ന ഒരു റിയാക്റ്റൻ്റ് കോപ്പറും ആയിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കോപ്പറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ B എന്ന പ്രോഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്.
അത് CH3MgCl വെച്ച് ട്രീറ്റ് ചെയ്തതിൻ്റെ ശേഷം ഹൈഡ്രോളിസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഈ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ എയും ബിയും ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. നോക്കണേ, ഞാൻ ഈ റിയാക്ഷന് ഒന്നുകൂടെ എടുത്തെഴുതി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അറിയാത്ത സാധനത്തിലേക്ക് നിൽക്കുന്നതിനേക്കാൾ നല്ലത് അറിയുന്നതിൽ നിന്ന് തുടങ്ങുന്നത്. ഇതാണ് ഇത്തരം ടൈപ്പ് ക്വസ്റ്റ്യനുകളിൽ നമ്മൾ എടുക്കേണ്ട അപ്രോച്ച്. നമുക്ക് ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി ഉള്ളത്. ഇവിടെ ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ ആ ക്ലാരിറ്റി ഉള്ള പാർട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നോക്കണേ, ഞാൻ CH3MgCl ഈ CH3യെ ഒന്ന് കളർ ചെയ്തു. അത് R- ന്യൂക്ലിയർ ഫൈലാണ്. അപ്പോൾ അത് കാർബണൈൽ കാർബണിൽ പോയി അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ CH3 ഞാൻ ഇതായിട്ട് കൺസിഡർ ചെയ്തു ഇവിടെ. ക്ലിയർ? ഈ CH3MgCl ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ന്യൂക്ലിയർ ഫൈലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ന്യൂക്ലിയർ ഫൈലിനെ ഒരു CH3യെ ഞാൻ ഈ കാർബൺ, ദാറ്റ് മീൻസ് കാർബണൈൽ കാർബണിലെ ആ കാർബണിൽ അറ്റാച്ച് ചെയ്ത ഒരു CH3 ഗ്രൂപ്പിനെ ഞാൻ മാർക്ക് ചെയ്തു. ഇനി നോക്ക്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ CH3 അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇറ്റ് ഷുഡ് ബി എ കീറ്റോൺ. അത് കീറ്റോൺ ആവണമെന്നുണ്ടെങ്കിൽ ഈ H പോയിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് വരണം. അപ്പോൾ അത് കീറ്റോൺ. ഈസി, ക്ലിയർ? ഇനി ഈ കീറ്റോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അപ്പോൾ ബി എന്നുള്ളത് കിട്ടി, കീറ്റോൺ ആണ്. ബി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കോപ്പറിനെ ഹീറ്റ് ചെയ്തിട്ടാണ്. കോപ്പർ അറ്റ് 573 കെൽവിനിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആൽക്കഹോളിനെ കോപ്പർ അറ്റ് 573 കെൽവിനിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി ആൽക്കഹോൾ ആൽഡിഹൈഡ് ആവും, സെക്കൻഡറി ആൽക്കഹോൾ കീറ്റോൺ ആവും. ടെറിഷറി ആൽക്കഹോൾ നോർമലി അതിൽ ഓക്സിഡേഷൻ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. അപ്പോൾ കീറ്റോൺ ഉണ്ടാക്കുന്നത് സെക്കൻഡറി ആൽക്കഹോളിനാണ്. അങ്ങനെ സെക്കൻഡറി ആൽക്കഹോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ എ എന്ന് പറഞ്ഞ സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും. സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ രച്ചും ഇവിടെ രച്ചും വരുന്നത്. ദാറ്റ് മീൻസ് ഈ കോമ്പൗണ്ട്. ക്ലിയർ? അപ്പോൾ എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. സി ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ്, കമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ഓഫ് മെത്തനോൾ ആൻഡ് എത്തനോൾ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. മെത്തനോള് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ഏതിൻ്റെ പ്രസൻസിൽ നമുക്ക് ZnOCr2O3 200 to 300 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ 573 to 673 കെൽവിനിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിറക്റ്റ് നമുക്ക് മെത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും. അതേ സമയത്ത് എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് C12H22O11 ഹൈഡ്രോളിസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. അതിനെ നമ്മൾ സയമൈസ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇതാണ് ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനായിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കേ, എത്തനോൾ തന്നിട്ടുണ്ട്, 3 റിയേജൻറ്റും തന്നിട്ടുണ്ട്. KMnO4, CrO3 അൺഹൈഡ്രസ് കണ്ടീഷനിൽ, PCC പിരിഡീനിയം ക്ലോറോക്രോമേറ്റ്, ഇവർ 3 വെച്ച് ട്രീറ്റ് ചെയ്താൽ എന്താണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം KMnO4 ഈസ് കൺസിഡേർഡ് ആസ് എ ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അങ്ങനെ വരുമ്പോൾ ഈ ആൽക്കഹോളിനെ ആൽഡിഹൈഡിൽ നിർത്താതെ ആസിഡാക്കി മാറ്റും. ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ ആദ്യം കിട്ടുന്ന ആൽഡിഹൈഡാണ്, പിന്നെ കിട്ടുന്നത് ആസിഡാണ്. ഇത് ഏറ്റവും ബെസ്റ്റ് ആയത് കാരണം ഇറ്റ് ഗിവ് കാർബോക്സിലിക് ആസിഡ്, ദാറ്റ് മീൻസ് അസറ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതേ സമയത്ത് CrO3യുടെ റിയാക്ടിവിറ്റി കുറക്കാൻ വേണ്ടിയിട്ടാണ് അൺഹൈഡ്രസ് മീഡിയത്തിൽ എടുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയോ? ഇത് ആസിഡിലേക്ക് എത്തൂല, പകരം ആൽഡിഹൈഡിൽ നിന്ന് പോകും. അതേപോലെ തന്നെ ഓക്സിഡൈസിങ് കേപ്പബിലിറ്റി കുറച്ചതാണ്, CrO3ൻ്റെ ഓക്സിഡൈസിങ് കപ്പാസിറ്റി കുറച്ചതാണ്, പിരിഡിനും HCl ആഡ് ചെയ്തിട്ട്. ആ റിയേജൻറ്റ് വിളിക്കുന്ന പേരാണ് PCC. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ കേസിലും ഈ റിയാക്ഷൻ എവിടെ കൊണ്ട് നിന്ന് പോവും? ആൽഡിഹൈഡിൽ നിന്ന് പോവും. അതുകൊണ്ട് ദ പ്രൊഡക്റ്റ് ഈസ് CH3CHO. അപ്പോൾ KMnO4 യൂസ് ചെയ്യുകയാണെങ്കിൽ അസറ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ CrO3 അൺഹൈഡ്രസ് മീഡിയത്തിലോ PCCO യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് സ്റ്റോപ്പ് അറ്റ് ആൽഡിഹൈഡ്. ദെൻ ഓൾ പോസിബിൾ ഐസോമേഴ്സ് ഓഫ് C3H8O ആൻഡ് ഇറ്റ്സ് IUPAC നോമൻക്ലേച്ചർ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഈ C3H8Oൻ്റെ ഓൾ പോസിബിൾ ഐസോമേഴ്സും അതിൻ്റെ നെയിമുമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എടുക്കേണ്ടത് നമുക്ക് C3H8O, ഞാനിങ്ങനെ കളർ ചേഞ്ച് ചെയ്ത് എഴുതും. ഈ C3H8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജനറൽ ഫോർമുല CnH2n+2 ആണ്. ഇത് ആൽക്കേന O. ഇതേ ജനറൽ ഫോർമുല വരുന്നത് 2 ആളുകൾക്കാണ്. ഒന്ന്
ആൽക്കഹോളിനും മറ്റൊന്ന് ഈതറിനും. ഫങ്ഷണൽ ഐസോമേഴ്സ് അല്ലേ ആൽക്കഹോളും ഈതറും, അപ്പോൾ ഒരേ ജനറൽ ഫോർമുല വരും. ക്ലിയർ? അപ്പോൾ ഇതിനെ ആൽക്കഹോളായിട്ട് ഞാൻ എഴുതുകയാണെങ്കിൽ CH3CH2CH2OH. ഇത് പ്രൈമറി ആൽക്കഹോളാണ്. ഇതിന് ചെയിൻ ഐസോമേഴ്സും വരാം. നമുക്ക് CH3CHOH CH3 സെക്കൻഡറി ആൽക്കഹോളായിട്ടും ഇതിന് എഴുതാൻ പറ്റും. ഇനി ഇതിൽ വേറൊരു ഓപ്ഷൻ ഇല്ല, 3 കാർബണാറ്റേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തത് ഈതർ എഴുതുമ്പോൾ നമുക്ക് CH3O CH2 CH3. ഇതിൽ 3 കാർബണാറ്റേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഡിഫറെൻറ്റ് ചെയിൻ ഐസോമേഴ്സിന് അവിടെ പോസിബിലിറ്റി ഇല്ല. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പേര് നോക്ക്, ഇത് മെത്ത് എത്ത് പ്രൊപ്പ്, ഇത് പ്രൊപ്പനോളാണ്. ഇത് 3 കാർബണാറ്റാണുള്ളത്, പ്രൊപ്പാണ്. പക്ഷെ അതിൻ്റെ സെക്കൻഡ് കാർബണാറ്റത്തിൽ OH ആയതുകൊണ്ട് പ്രൊപ്പൻ 2 ഓൾ എന്ന് എഴുതി. ഇത് ഓക്സിജൻ്റെ 2 സൈഡും നോക്കുമ്പോൾ ഇവിടെ 1 കാർബണാറ്റം വരുന്നുണ്ട്, ഇവിടെ 2 കാർബണാറ്റം വരുന്നുണ്ട്. അപ്പോൾ 2 കാർബണാറ്റം വരുന്നത് ചെയിനായിട്ട് കൺസിഡർ ചെയ്തു. ഈ ലോവർ നമ്പർ കാർബണാറ്റം വരുന്നത് അതിൻ്റെ അറ്റാച്ച്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നോക്ക്, ഇത് മെത്തോക്സി ഈത്തേൻ, ഈത്തേൻ്റെ മുകളിൽ ഒരു മെത്തോക്സി ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ദെർഫോർ മെത്തോക്സി ഈതേൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ നെയിം വരുന്നത്. ഫീനോൾസ് ആർ യൂഷ്വലി മാനുഫാക്ചേർഡ് ഫ്രം ക്യുമീൻ, ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ക്യുമീൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ക്യുമീൻ. ഫീനോൾ സാധാരണ ക്യുമീൻ എന്നാണ് പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ക്യുമീൻ്റെ സ്ട്രക്ചർ ഏത് എന്നുള്ളതാണ് ചോദിച്ചത്. ഇതാണ് ക്യുമീൻ്റെ സ്ട്രക്ചർ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യുമീൻ്റെ സ്ട്രക്ചർ ഇതാണെങ്കിലും എങ്ങനെയാണ് ഫീനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. ഇത് ക്യുമീനാണ്. ഇതിനെ എയർ ഓക്സിഡേഷൻ നടത്തുക. എയറിൻ്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ ഹൈഡ്രജനില്ലേ, ഓക്കെ, CH3CH3 ഇതവിടെ, ഈ O2 ഇതിൻ്റെ അകത്ത് കയറും. ഇതാ ഈ ഓക്സിജനും ഇതിൻ്റെ അകത്തേക്ക് കയറി. ക്ലിയർ? എന്നിട്ടൊരു റീഅറേഞ്ച്മെൻറ്റ് നടക്കും. ആ റീഅറേഞ്ച്മെൻറ്റ് നോക്കേ, ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവർ തമ്മിൽ ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇത് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ ഇവിടെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ വരും. അപ്പോൾ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ഏതൊക്കെ ആയിരിക്കും എന്നറിയാം? CH3CH3O. ദാറ്റ് മീൻസ് അസറ്റോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ ഫീനോളും പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് ഈ ബോണ്ട് ഇങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഫീനോളും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ക്യുമീനിന്ന് ഫീനോൾ ഫോം ചെയ്യുന്ന ഫോമാറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അവിടെ എയർ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. അവിടെ ഉണ്ടാവുന്ന ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് ചോദിക്കാറുണ്ട്. നമ്മൾ ക്യുമീനിന്ന് ഫീനോൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഇൻ്റർമീഡിയറ്റ് ഏതെന്ന്, അത് ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് ആണ്. ഈ ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡിനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതായിട്ടും ഞാൻ ഡീറ്റെയിൽ സംസാരിച്ചിട്ടുള്ളത്. ദെൻ ഫീനോളിന് എങ്ങനെയാണ് ബെൻസീൻ ഫോം ചെയ്യുക എന്നുള്ളത് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, സ്ഥിരമായിട്ട് വരാറുണ്ടത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഫിനോള് നോക്കേ, ഇത് ഫിനോളാണ്. ഫിനോളിൽ ഇതിൻ്റെ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷനാണ്. ഇത് ബെൻസിനാണ്. ഇത് ബെൻസിൻ്റെ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ. ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ കാർബൺ ബോണ്ടുകൾ മാത്രമേ അവിടെ കാണിക്കാറുള്ളൂ. കാർബൺ ഹൈഡ്രജൻ ബോണ്ടിനെ അവിടെ കാണിക്കാറില്ല. ഇനി അത് കംപ്ലീറ്റ്ലി വരികയാണെന്നുണ്ടെങ്കിൽ നോക്ക്, ഈ ഒരു ഫോർമാറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഫീനോളും ബെൻസിനും തമ്മിലുള്ള ഡിഫറൻസ് ഒരൊറ്റ സാധനം മാത്രമാണ്, ഓക്സിജൻ. ഈ ഓക്സിജൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്തായി? ബെൻസിനായി. അങ്ങനെ പോവാൻ നമ്മൾ സിങ്ക് ഇട്ട് കൊടുത്താൽ മതി. സിങ്ക് ഇട്ട് കൊടുത്താൽ സിങ്ക് ഈ ഓക്സിജനെ വലിച്ചിട്ട് ZnO ആയിട്ട് മാറും. ഇറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ബെൻസിൻ. ഈസ് ക്ലിയർ? അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന റിയേജൻ്റ് ഏതാ? സിങ്ക്. ഹൗ വിൽ യു പ്രിപ്പയർ ദ ഫോളോയിങ് കോമ്പൗണ്ട് യൂസിങ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. പ്രൈമറി ആൽക്കഹോൾ ഉണ്ട്, സെക്കൻഡറി ആൽക്കഹോൾ ഉണ്ട്. ഇത് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന്. CH3MgCl ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഇത് മെത്തനാൾ, ഒറ്റ കാർബണായിട്ടുള്ള ആൽഡിഹൈഡ്. ഇതിനെയാണ് നമ്മൾ മെത്തനാൾ എന്ന് വിളിക്കുന്നത്. മെത്തനാളുമായിട്ട് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഏറ്റവും സിംപ്ലസ്റ്റ് ആൽക്കഹോൾ ആയിട്ടുള്ള പ്രൈമറി ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിന് നോക്ക്, ഇത് CH3- MgCl+. ഈ CH3- ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യും. ഇത് സ്ലൈറ്റ് പോസിറ്റീവ്, ഇവിടെ സ്ലൈറ്റ് നെഗറ്റീവ്. അപ്പോൾ ഈ ന്യൂക്ലിയോഫൈൽ കാർബണിൽ വന്ന് അറ്റാക്ക് ചെയ്യും. ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ലൂസിലി ഹെൽഡ് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഓക്സിജൻ്റെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആ ഷിഫ്റ്റ് ചെയ്യുന്നിടത്തേക്ക് MgCl അങ്ങോട്ടേക്ക് പോയി അറ്റാച്ച് ചെയ്യും. ആൻഡ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. നോക്ക്, ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടാവും, ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. ഈ ഹൈഡ്രോളിസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ H+, ഇവിടെ OH- വരും. OH- വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ CH3CH2
OH, CH3 CH2OH. ഇത് MgOHCl ആയിട്ട് സെപ്പറേറ്റ് ഔട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് പ്രൈമറി ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്തില്ലേ, ഇതേപോലെ തന്നെയാണ് സെക്കൻഡറി ആൽക്കഹോളും. സെക്കൻഡറി ആൽക്കഹോളിലേക്ക് വരുമ്പോൾ നമുക്ക് CH3 MgCl, നമ്മൾ CH3 മൈനസും MgCl പ്ലസും ആയിട്ട്, എന്നിട്ട് നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആൽഡിഹൈഡ് ആയിട്ടുള്ള മെത്തനാൾ അല്ല എടുത്തത്, അതർ ആൽഡിഹൈഡ്. ഏറ്റവും സിംപ്ലസ്റ്റ് ആൽഡിഹൈഡ് എടുത്തു കഴിഞ്ഞാൽ പ്രൈമറി ആൽക്കഹോൾ കിട്ടും. അതർ ആൽഡിഹൈഡ് ഏതെടുത്താലും സെക്കൻഡറി ആൽക്കഹോളാണ് കിട്ടുക. നമുക്ക് CH3 CHO എടുത്തു, സ്ലൈറ്റ് പോസിറ്റീവ് ഇതിവിടെ ഒന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ന്യൂക്ലിയോഫൈൽ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ ലൂസിലി ഹെൽഡ് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, O- ആവും. അവിടേക്ക് MgCl പ്ലസ് വരും. MgCl പ്ലസ് വന്ന് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് എന്നാൽ CH3 CHOH CH3. ദാറ്റ് മീൻസ് സെക്കൻഡറി ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യും. നത്തിങ് സ്പെഷ്യൽ. ദെൻ അടുത്ത റൈറ്റ് ദ നെയിം ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ ഫോളോയിങ്. ഇതിൻ്റെ നെയിമും സ്ട്രക്ചറും എഴുതാനാണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ഈതർ CH3OCH3, അതിൻ്റെ അപ്പുറത്ത് ഒരൊറ്റ കാർബൺ, ഓക്സിജൻ്റെ രണ്ട് സൈഡിലും ഒരു കാർബൺ വരുന്നത്. ഇനി മിക്സഡ് ഈതർ എന്ന് പറയുന്നത്, ഇതിൻ്റെ പേര് ഡൈമീഥൈൽ ഈതർ എന്നാണ്. അടുത്തത് ഒരു മിക്സഡ് ഈതർ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ രണ്ട് സൈഡിലും ഡിഫറെൻറ്റ് നമ്പർ കാർബൺ ആറ്റം വരുന്നത്. ഇവിടെ ഒരു കാർബൺ, ഇവിടെ രണ്ട് കാർബൺ. അതെന്ന് പറഞ്ഞത് ഈത്തൈൽ മീത്തൈൽ ഈതർ. ഇതിൻ്റെ കോമൺ നെയിം ആണ് കേട്ടോ നമ്മൾ സംസാരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് പറഞ്ഞാൽ ഡൈഹൈഡ്രിക് ആൽക്കഹോൾ, രണ്ട് OH ഗ്രൂപ്പുള്ള ആൽക്കഹോൾ, ഈത്തൈൻ 1,2 ഡയോൾ. ഇനി ട്രൈഹൈഡ്രിക് ആണ് പറഞ്ഞിട്ടുള്ളത്, CH2OH CHOH CH2OH. ഗ്ലിസറോൾ എന്ന് പറയുന്ന സാധനമാണിത്. ഇത് നമ്മൾ സാധാരണ പറയാറുള്ളത് പ്രൊപ്പൈൻ 1,2,3 ട്രയോൾ. ഗ്ലിസറോൾ ആണ് കേട്ടോ. എല്ലാ ബ്യൂട്ടി പ്രൊഡക്റ്റുകളിലും ആഡ് ചെയ്യുന്ന ഗ്ലിസറോളാണിത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ബ്യൂട്ടി പ്രൊഡക്റ്റിൽ ആഡ് ചെയ്യുന്ന ആൽക്കഹോൾ ഏതെന്ന് ചോദിക്കാറുണ്ട്. ഗ്ലിസറോൾ എന്ന് പറഞ്ഞത്. ആൽക്കഹോൾസ് ആർ സോളുബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ ആൽക്കഹോൾ സോളുബിൾ ആവാൻ കാരണം എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. OH ഉണ്ട്, ഇതാണ് ആൽക്കഹോൾ, ഇത് വാട്ടർ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓക്സിജൻ ഹൈഡ്രജൻ, ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ് ഹൈഡ്രജനേക്കാൾ. അതുകൊണ്ട് ഇവിടെ സ്ലൈറ്റ് നെഗറ്റീവ്, ഇവിടെ സ്ലൈറ്റ് പോസിറ്റീവ് ഉണ്ടാവും. ഹിയർ ഓൾസോ വാട്ടറിൽ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ ദർ ഈസ് എ പോസിബിലിറ്റി ഫോർ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മൈൽഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻ ബിറ്റ്വീൻ മോർ ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്സ് സച്ച് ആസ് നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ എക്സെട്ര ആൻഡ് ഹൈഡ്രജൻ. ഇതിനെയാണ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ആ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് ആൽക്കഹോൾ വാട്ടറിൽ സോളുബിൾ ആകുന്നത്. ഒരു സബ്സ്റ്റൻസ് വാട്ടറിൽ സോളുബിൾ ആവുക പറഞ്ഞാൽ വാട്ടറുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുകയാണെന്ന് അർത്ഥം. എന്തെങ്കിലും ഒരു കെമിക്കൽ ബോണ്ട് ഉണ്ടാക്കിയാൽ മതി. അതിവിടെ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ആയതുകൊണ്ട് വാട്ടറിൽ ആൽക്കഹോൾ സോളുബിൾ ആണ്. ഈസ് ക്ലിയർ? ഹൗ വിൽ യു ഡിസ്റ്റിങ്വിഷ് ഫീനോൾ ആൻഡ് ആൽക്കഹോൾ? ഫീനോളും ആൽക്കഹോളും എങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുക? ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. ഫീനോൾ ആണെന്നുണ്ടെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് കളർ തരും വിത്ത് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ. അതേ സമയത്ത് അതർ ആൽക്കഹോൾ തരൂല. അപ്പോൾ നമുക്ക് ഫീനോൾ ഫോംസ് ക്യാരക്ടറിസ്റ്റിക് കളർ വിത്ത് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ, ബട്ട് ആൽക്കഹോൾ ഡസ് നോട്ട്. സ്യൂട്ടബിൾ റിയേജൻസ് ഫോർ ദ ഫോളോയിങ് കൺവേർഷൻ. ഈ കൺവേർഷൻ ആവശ്യമായിട്ടുള്ള സ്യൂട്ടബിൾ റിയേജൻ്റ് ആണ് ചോദിച്ചത്. ഒന്ന് ആൽക്കൈൽ ഹാലൈറ്റിനെ ആൽക്കഹോളാക്കി മാറ്റുന്നു. അക്വസ് NaOH വെച്ച് ട്രീറ്റ് ചെയ്താൽ മതി. CH3 CH2Cl അക്വസ് NaOH. അപ്പോൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും. Cl- റീപ്ലേസ് ചെയ്ത് OH- വരും. CH3 CH2OH ആൽക്കഹോളായിട്ട് മാറി. രണ്ടാമത്തെ നോക്ക്, ആൽക്കഹോളിനെ ഈതറാക്കി മാറ്റണം. ആൽക്കഹോളിനെ ഈതറാക്കി മാറ്റാൻ ടെക്സ്റ്റിൽ സാധാരണ പറഞ്ഞിട്ടുള്ളത് നോർമൽ H2SO4 413 കെൽവിനിൽ എടുത്താൽ മതി. 2 മോളിക്യൂൾ CH3 CH2OH എടുക്കുക. അതിനെ നോർമൽ H2SO4 ഏത് കെൽവിൽ 413 കെൽവിനിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CH3 CH2O CH2CH3 പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇന്റർ മോളിക്കുലാർ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ വഴി 2 മോളിക്യൂൾ അടുത്തേക്ക് വരും, എന്നിട്ട് വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്യും. അപ്പോൾ ഇത് ഈതർ ഫോം ചെയ്യും. സിമ്പിളാണ്. അടുത്തത് എന്താണ് എസ്റ്ററിഫിക്കേഷൻ എന്ന് ചോദിക്കാറുണ്ട്. എസ്റ്ററിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൽക്കഹോളും ആസിഡും കോൺസെൻട്രേറ്റഡ് H2SO4 പ്രസൻസിൽ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ വഴി, ദാറ്റ് മീൻസ് കോൺസെൻട്രേറ്റഡ് H2SO4 എടുക്കുമ്പോൾ വാട്ടർ റിമൂവ് ചെയ്ത് എസ്റ്റർ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഞാൻ ഈ കളർ കൊടുത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻട്രൻസ് എക്സാമുകൾക്ക് നിങ്ങളോട് ചോദിക്കാറുണ്ട്, ഈ ഓക്സിജൻ്റെ മുകളിൽ ഒരു സ്റ്റാർ മാർക്ക് തരും. ആ ഓക്സിജൻ്റെ മുകളിൽ സ്റ്റാർ മാർക്ക് വന്നിട്ട് 4 ഡിഫറെൻറ്റ് എസ്റ്റേഴ്സ് തരും. എന്നിട്ട് ഈ ഓക്സിജൻ
എസ്റ്ററിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരിക. ഈ ഓക്സിജൻ എസ്റ്ററിലുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ ഫോർമാറ്റിൽ ആലോചിക്കുക. ഇത് ആസിഡ് അല്ലേ, ആസിഡ് H+-നല്ലേ ഡൊണേറ്റ് ചെയ്യുക. ആസിഡിൻ്റെ അടുത്തേക്ക് വരുന്ന ആൽക്കഹോൾ ബേസ് ആയിട്ടല്ലേ ബിഹേവ് ചെയ്യുക. അപ്പോൾ OH- റിലീസ് ചെയ്യുക. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് OH- ഇവിടുന്ന് H+ഉം ആണ് പോയിട്ടുണ്ടായിരുന്നതെങ്കിൽ ഈ ഓക്സിജൻ എസ്റ്ററിൽ വരേണ്ടേ? വന്നിട്ടില്ലല്ലോ. ഇവിടെ നോക്ക്, ഈ ഓക്സിജൻ അല്ലേ എസ്റ്ററിൽ വന്നത്. ദാറ്റ് മീൻസ് ഈവൻ ഇറ്റ് ഈസ് ആൻ ആസിഡ് അറ്റ് ദ ടൈം ഓഫ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ H+ ion released from alcohol part and OH- ion released from acid part. ഇതാണ് അതിൻ്റെ ബാക്കിലുള്ള യാഥാർത്ഥ്യം. ചെക്ക് ചെയ്യേ. ദശറാണ്. ദെൻ അടുത്തത് വില്യംസൺ സിന്തസിസ്. വില്യംസൺ സിന്തസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഈതർ ഫ്രം ആൽക്കൈൽ ഹാലൈഡ് ബൈ ട്രീറ്റ്മെൻറ്റ് വിത്ത് സോഡിയം ആൽക്കോക്സൈഡ്. ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം ആൽക്കോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ ആൽക്കോക്സൈഡ് അയോൺ ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്ത് ആറിൻ്റെ മുകളിൽ അറ്റാക്ക് ചെയ്യുകയും ഈ X- Na+ആയിട്ട് കമ്പൈൻ ചെയ്ത് Na(X) ആയിട്ട് റിമൂവ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ്. ഇതിനെയാണ് വില്യംസൺ സിന്തസിസ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൽക്കൈൽ ഹാലൈഡുകൾ യൂസ് ചെയ്താൽ ടെറിഷറി ആൽക്കോഹോൾ ഹാലൈഡ് ഒരു കാരണവശാലും വില്യംസൺ സിന്തസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂല എന്നുള്ള കാര്യം വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CH3Cl CH3O Na ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ CH3O- ഈ CH3ൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് CH3O പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. Na+ഉം Cl- കമ്പൈൻ ചെയ്ത് NaCl ആയിട്ട് റിമൂവ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ടെറിഷറിയിലേക്ക് വരുമ്പോൾ ഈ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത എന്ത് ചെയ്യും? കുറയും. ന്യൂക്ലിയോഫൈൽ ഓൾവേസ് പ്രിഫേഴ്സ് ലെസ് ഇൻഡഡ് സൈറ്റ്. അതുകൊണ്ടാണ് ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് വില്യംസൺ സിന്തസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്. ചോദിച്ചിട്ടുണ്ടേ, ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് എന്തുകൊണ്ടാണ് വില്യംസൺ സിന്തസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. സോഡിയം ആൽക്കോക്സൈഡിലെ ന്യൂക്ലിയോഫൈൽ ഓൾവേസ് എവിടെയൊക്കെ അറ്റാക്ക് ചെയ്യും? ലെസ് ഇൻഡഡ് സൈറ്റിലെ അറ്റാക്ക് ചെയ്യുള്ളൂ. ടെറിഷറി വരുമ്പോൾ എന്ത് വരും? സ്റ്റെറിക് ഹിറ്ററൻസ് കൂടും. അപ്പോൾ റിയാക്ഷൻ നടക്കാനുള്ള സാധ്യത കുറയും. ദെൻ ഫീനോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താണ് പ്രോഡക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ്. ആസിഡ് അവിടെ കൊടുത്തത് K2Cr2O7 എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. അത് അസിഡിക് മീഡിയത്തിലാണ് ഏറ്റവും ബെസ്റ്റായിട്ട് റിയാക്ട് ചെയ്യുക. അതുകൊണ്ടാണ് അവിടെ H2SO4 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചോദിച്ചതാണ് ഫീനോളിന് ഓക്സിഡേഷൻ സംഭവിച്ചാൽ എന്താണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക എന്നുള്ളത്. ഫീനോളിനെ ഞാൻ കുറച്ചും കൂടി ഒന്ന് വൃത്തിക്ക് എഴുതിയിട്ട് നോക്ക്. ഓക്സിഡേഷൻ സംഭവിക്കാറുണ്ട് ഹൈഡ്രജൻ റിമൂവ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും, ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇങ്ങോട്ടേക്ക് വരും, ഇത് ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്നത് നോക്ക്, ഇവിടെ ലോൺ പെയർ വന്നു. ഈ K2Cr2O7 ഒരു പ്രത്യേകത ഉണ്ട്, അവർ നേസൻ്റ് ഓക്സിജൻ ഡൊണേറ്റ് ചെയ്യും. ആ നേസൻ്റ് ഓക്സിജൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടി ബോണ്ട് ഫോം ചെയ്തിട്ട് ബെൻസോ ക്യുനോൺ ഫോം ചെയ്യും. ദാറ്റ് മീൻസ് ഫീനോള് K2Cr2O7 റിയാക്ട് ചെയ്താൽ ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ആസിഡ് ഇറ്റ് ഗിവ് ബെൻസോ ക്യുനോൺ. ക്ലിയർ?